മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മുൻ ബാങ്ക് പ്രസിഡന്റ് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാരോപിച്ച് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ മാറമ്പള്ളി മേഖലാ കമ്മിറ്റി. ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ പണയപ്പെടുത്തി ലോൺ എടുത്ത വസ്തുവിന്റെ രേഖയുടെ പകർപ്പുകൾ ഹാജരാക്കി മുൻ ബാങ്ക് പ്രസിഡന്റ് ഇതേ ബാങ്കിൽ നിന്ന് വീണ്ടും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി ആരോപണം. ഇതിന് സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ സെക്രട്ടറി കൂട്ടുനിന്നതായും പരാതിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ മാറമ്പള്ളി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും എറണാകുളം ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് സഹകരണ വകുപ്പിന് ഞങ്ങൾ പരാതി കൊടുക്കും. ആ പരാതി എത്ര സ്പീഡിൽ നീങ്ങുന്നോ അത്രയും സ്പീഡിൽ നീക്കി ഇതേ ബാങ്കിൽ നിന്ന് ഇതേ സാരഥിയെ പ്രസിഡന്റിന്റെ കസേരയിൽ നിന്ന് അടിച്ച് പുറത്താക്കി ചാണകം തളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ ഡിവൈഎഫ്ഐ സമരമായിട്ട് പോകും. മേഖലാ പ്രസിഡന്റ് അമൽ അബ്ദുൽ സലാമിന്റെ അധ്യക്ഷതയിൽ CPM ലോക്കൽ സെക്രട്ടറി MM അബ്ദുൽ സലാം, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഹൈദർ ബാബു, CPM ലോക്കൽ കമ്മിറ്റി അംഗം ജൈമോൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. എന്നാൽ സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവുമാണെന്ന് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് KM അബ്ദുൽ അസീസ് പ്രതികരിച്ചു. ബാങ്കിൽ സഹകരണ വകുപ്പിന്റെ കീഴിൽ കൃത്യമായ ഓഡിറ്റിംഗ് സഹകരണ ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായ ഓഡിറ്റിംഗ്. അതിൽ യാതൊരു വിധത്തിലുള്ള ക്രമക്കേടും ഇതുവരെ ഈ ബാങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ കരുവന്നൂരും ഒക്കെ നടന്നിട്ടുള്ള തട്ടിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സഹകരണ വകുപ്പ് വിജിലൻസ് ഓഡിറ്റിംഗ് ഒരു ടീം ഓഡിറ്റിംഗ് നടത്തുകയുണ്ടായി. അതിലും ഒരു തരത്തിലുള്ള ക്രമക്കേടും ബാങ്കിൽ കണ്ടെത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.